നല്ല പ്രീമിയം റിച്ച് ലുക്കിൽ നിൽക്കുന്ന ഒരു സാരി. അമ്മമാർക്കൊക്കെ വെഡ്ഡിങ്ങിനൊക്കെ ഉടുക്കാനാണെങ്കിലും യങ്സ്റ്റേഴ്സിനാണെങ്കിലും സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ആൻഡ് ഇത് ടിഷ്യൂവിൻ്റെ ബേസിലാണ് വന്നേക്കുന്നത്. ബോഡിയിൽ സിൽവർ സെറീൻ്റെ ഒരു ടിഷ്യൂ വിവിങ് സ്റ്റൈൽ വരുന്നുണ്ട്. ഓർഗൻസ ഫിനിഷിലും കൂടി വന്നേക്കുന്ന സാരി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസൽസ് ആണ് എൻഡിൽ കൊടുത്തേക്കുന്നത്. ആൻഡ് പല്ലു പോർഷൻ നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലു. ഫ്ലവേഴ്സിൻ്റെ ഒരു ബഞ്ചസ് ആണ് കൊണ്ടുവന്നേക്കുന്നത്. റോസിൻ്റെയൊക്കെ സിമിലർ ആയിട്ട് വന്നേക്കുന്ന ഒരു പ്രിൻറ്റഡ് പാറ്റേൺ. അതിന് ഫുള്ളായിട്ട് സെറി യൂസ് ചെയ്തിട്ടുള്ള പീട്ട വർക്ക് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലും ഈ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് കേട്ടോ. സ്കാറ്ററായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു ലുക്കിലാണ് ഫുള്ള് ബോഡിയിൽ ഈ ഒരു ലുക്ക് വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു ഓഫ് വൈറ്റ് ആൻഡ് ക്രീം ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഫസ്റ്റ് വന്നേക്കുന്നത്. ഇതിൻ്റെ 2 കളർ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ബാക്കി കളേഴ്സ് കാണാം. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്ന BLD1112. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 3639. നെക്സ്റ്റ് വന്നേക്കുന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഇതിനകത്ത് ലൈറ്റ് പീൽ യെല്ലോൻ്റെ കൂടെ ഗോൾഡൻ യെല്ലോൻ്റെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് വന്നേക്കുന്ന ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷനിലൊക്കെ സെയിം ആ ഒരു ഫ്ലോറൽ പാറ്റേൺ. ടാസൽസ് യെല്ലോ ഷെയ്ഡ് ഓറഞ്ച് ചേർന്നിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. അതിന് ഇതിൻ്റെ ബ്ലൗസ് പീസ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് പീസാണ് ഇതിനോട് പെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലൗസ് ഡീറ്റെയിൽ നോക്കാം. നമുക്ക് ഈ സാരീൻ്റെ കൂടെ അല്ല, ഒരുപാട് സാരീസിൻ്റെ കൂടെ മൾട്ടി യൂസിന് പറ്റുന്ന ഒരു ബ്ലൗസ് പീസ് നമ്മുടെ കയ്യിലുള്ള കേരള സാരീസിൻ്റെ കൂടെയൊക്കെ ഓണർ ടൈമൊക്കെ വരുമ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് ഇതിനകത്ത് കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒരു ബഞ്ചസാണ് വന്നേക്കുന്നത്. നമ്മുടെ ബോഡിയിൽ വന്ന ആ ഒരു സെയിം ഫ്ലവേഴ്സിൻ്റെ സ്മോൾ സൈസാണ് ബ്ലൗസിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ സ്ലീവിൻ്റെ പോർഷനിൽ ഹൈലൈറ്റ് ചെയ്ത സെറീൻ്റെ തന്നെ ഒരു പീട്ട വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഫുള്ളായിട്ട് എൽബോ സ്ലീവ് വരെയൊക്കെ പറ്റുന്നൊരു എൽബോ വരെ വരുന്നില്ല, എന്നാലും നമുക്കൊരു എൽബോയ്ക്ക് തൊട്ട് മുന്നേ വരെ വരുന്ന ഒരു ലുക്കിലാണ് ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ട രണ്ടും കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡ്. ഇതിൽ വന്നേക്കുന്നത് 3ഉം ലൈറ്റർ ഷെയ്ഡാണ്. പക്ഷേ ഇതിനകത്തൊരു ക്രീം യെല്ലോ ആ ഒരു കോമ്പിനേഷൻ വരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാട്ടോ. കുറച്ചൊന്നും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് ടീൽ ബ്ലൂ. ഇതും ഒരു ലൈറ്റർ ഷെയ്ഡിനകത്താണ് വന്നേക്കുന്നത്. ആൻഡ് ആ ഒരു ലൈറ്റർ ടീൽ ബ്ലൂവിൻ്റെ കുറച്ച് ഡാർക്കർ പാലറ്റാണ് ബോർഡറിൽ കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് ത്രൂ ഔട്ട് ബോഡിയിൽ ഈ ഒരു സെയിം പാറ്റേൺ. രസമുള്ള ഒരു കോമ്പിനേഷൻ ആട്ടോ. ആ കളേഴ്സ് ചൂസ് ചെയ്തേക്കുന്നതാണെങ്കിലും നല്ല ഇതിനകത്ത് പീക്കോക്ക് ബ്ലൂ ഗ്രീനിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പോൾ കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് വരുന്ന സിമ്പിൾ ടൈപ്പ് ഓഫ് ജ്വല്ലറി, സിമ്പിൾ ടൈപ്പ് ബ്ലൗസിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്ന BLD1111. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 3639. അപ്പോൾ ഈ ഒരു കളക്ഷനിൽ 3 കളറാട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ഈ ഒരു 3 കളറ്. ഇത് 3ൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് അവർ വെബ്സൈറ്റ് www.aham.store. ഇന്ന് കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റ് കണ്ടാലോ. അത് എൻ്റെ കയ്യിലിരിക്കുന്ന ഇത്രയും ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓർഗൻസയിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റാണ്. ആൻഡ് ഫസ്റ്റ് വൺ വരുന്നത് റസ്റ്റ് ഷെയ്ഡിലാണ്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളർ പാലറ്റിൽ വന്നിട്ടുള്ള കളർ ഷെയ്ഡും കൂടെയാണ്. ആൻഡ് സ്കാറ്റഡ് ആയിട്ട് തന്നെ ഒരു സ്റ്റോൺസ് അല്ല, സീക്വൻസിൻ്റെ വർക്കാണ് ബോഡിയിൽ ഫുള്ളായിട്ട് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഈവനിങ് പാർട്ടീസിനൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ലൊരു മിനിമൽ ലുക്ക് കിട്ടും കേട്ടോ. ആൻഡ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു എൻ പോർഷനിൽ വന്നിട്ടുള്ള ഈ ഒരു ഹാൻഡ് വർക്കാണ്. കട്ട് ബീഡ്സിൻ്റെയും സീക്വൻസിൻ്റെയും സ്റ്റോൺസിൻ്റെയും ഹാൻഡ് വർക്കാണ് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് സീക്വൻസ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടും നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് തന്നെ ഇടുമ്പം. ആൻഡ് ഇതിൻ്റെ സറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ബോട്ടം, സറ്റൂണിൽ തന്നെ വന്നിട്ടുള്ള ലൈനിങ് കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക്. ആൻഡ് ദുപ്പട്ട വരുന്നതും ഓർഗൻസയിൽ തന്നെ സ്കാലപ്പ് ഡീറ്റെയിൽ എടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്ക് കൂടെ പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ബോഡിയിൽ സ്കാറ്റർഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റോൺസിൻ്റെ വർക്കാണ് ബോഡിയിൽ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ ലുക്ക്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ്. ഇതിലും സറ്റൂണിൽ വന്നിട്ടുള്ള ബോട്ടമാണ്. ആൻഡ് ലൈനും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ട നമ്മൾ ഈ ഒരു ഡയമണ്ട്സിൻ്റെ ജ്വൽസ് ആയാലും ഒരു ഏത് ജ്വൽസിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടാലും നല്ലൊരു മിനിമൽ ലുക്ക് കിട്ടും.
ആൻഡ് ഒരു സ്ലീവ്ലെസ് പാറ്റേൺ ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴും നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് കിട്ടുന്നതാണ്. സെക്കൻഡ് വൺ ഇതാണ്. ആൻഡ് തേർഡ് വരുന്നത് യെല്ലോ ഷെയ്ഡാണ്. ആൻഡ് ഇതിൻ്റെ ബോട്ടവും ലൈനിങ് കൂടെ വരുന്നുണ്ട് സെയിം ഷെയ്ഡിൽ തന്നെ. തേർഡ് ലുക്ക് വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണ്. യെല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് എറിച്ച് നിൽക്കുന്ന ഒരു യെല്ലോ ഷെയ്ഡല്ല, നല്ലൊരു മിനിമൽ ലുക്ക് കിട്ടുന്ന ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അതിന് നമുക്ക് സ്ലീവ്സിൻ്റെ പോർഷനിൽ വേണ്ടിയിട്ട് ഒരു ഹാഫ് സ്ലീവോ അല്ലെങ്കിൽ എൽബോ സ്ലീവാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ട് ബീഡ്സിൻ്റെ വർക്ക് കൂടെ ഇതിൽ പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ട ഓർഗൻസ ആയാലും ഒത്തിരി പടർന്ന് നിൽക്കുന്നൊരു ടൈപ്പ് അല്ല, നമുക്ക് പെട്ടെന്ന് നല്ലപോലെ ഈസി ആയിട്ട് ക്യാരി ചെയ്ത് പോകാൻ പറ്റുന്നൊരു ടൈപ്പും കൂടെയാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്ത് പോകുന്ന ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഫോർത്ത് വൺ വരുന്നത് ഈ ഒരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലാണ്. ആൻഡ് അതിൻ്റെ ബോട്ടമും ലൈനിനും വന്നിട്ടുണ്ട്. എല്ലാത്തിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള വർക്ക് ഡീറ്റെയിലിംഗ് ആണ് ഫുള്ളി നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. നല്ലൊരു മിനിമൽ എലഗൻ ലുക്ക് കിട്ടുന്ന സൽവാർ സെറ്റ്സും കൂടെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ദുപ്പട്ടയാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനും ആ ഒരു ദുപ്പട്ടയിൽ വന്നിട്ടുള്ള വർക്കായാലും ഒരു ടോപ്പിൻ്റെ എൻഡിൽ വന്നിട്ടുള്ള വർക്കായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള വർക്കും കാര്യങ്ങളുമാണ് ഫുള്ളി നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് ലുക്ക് വരുന്നത് പിങ്ക് ഷെയ്ഡാണ്. കുറച്ചൊന്ന് ഡാർക്കർ ടോണിലാണ് ഈ ഒരു പിങ്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ ബോട്ടമും ലൈനിങ്ങും വന്നിട്ടുണ്ട്. ലാസ്റ്റ് ലുക്കിൽ വരുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഇതിൽ എൻഡിൽ ഈ ഒരു ഫുള്ളി നമുക്ക് ഈ ഒരു ഹാൻഡ് വർക്കാണ്, ഒത്തിരി ടൈമൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന വർക്കും കൂടെയാണ്. ഫുള്ളി നമുക്ക് ഹാൻഡ് വർക്കാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സ്കാലപ്പ് ഡീറ്റെയിൽ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ട ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SBP 932 എന്ന കോഡിൽ 2999 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ളതാണ്. ആൻഡ് ഇത് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ www.hum.store. ഈ എംബ്രോയ്ഡറി പാറ്റേണൊക്കെ ഇഷ്ടമാവുന്നവർക്ക് പറ്റുന്ന കളക്ഷനാണ് കേട്ടോ. ഇത് ഫുൾ ഒരു എംബ്രോയ്ഡറി പാറ്റേണൊക്കെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ള അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റാണ്. കോട്ടണിലാണ് വന്നിട്ടുള്ളത്. ഒക്കേഷൻ വേറായിട്ടൊക്കെ നമുക്ക് വേറെ ഇത് പോകാൻ പറ്റുന്നതും കൂടിയാണ് കേട്ടോ. ആൻഡ് ഫസ്റ്റ് വൺ വരുന്നത് ഇതാണ്. നമുക്ക് ടോപ്പ് വരുന്നത് ഫുൾ ഒരു കലങ്കാരി ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു പ്രിൻറ്റ് പാറ്റേൺ ആണ്. അത് നമുക്ക് ത്രൂ ഔട്ട് ഒരു കാന്തയുടെ തന്നെ വീവിങ്ങും കൂടെ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ടോപ്പ് വരുന്നത്. ടോപ്പിൻ്റെ എൻഡിൽ നമുക്ക് ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ട് അതിനുള്ളിൽ തന്നെ നമുക്ക് ആ പൈപ്പിങ്ങിന് താഴോട്ടുള്ള പോർഷനിൽ ഫുള്ളും നമുക്കൊരു കാന്തയുടെ തന്നെ വീവിങ് കൊടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്നൊരു കളക്ഷനും കൂടെയാണ്. ആൻഡ് ഇതിൽ ഡിഫറെൻറ്റ് പാറ്റേണിൽ നിൽക്കുന്നത് ഇതിൻ്റെ ബോട്ടമാണ്. ബോട്ടത്തിലാണ് നമുക്ക് ഈ ഫുൾ എംബ്രോയ്ഡറി പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. ബോട്ടവും ടോപ്പും വന്നിട്ടുള്ളത് കോട്ടണിലാണ് കേട്ടോ. നമുക്ക് ബോട്ടത്തിൻ്റെ എൻഡ് പോർഷനിലാണ് ഈ ഒരു വർക്ക് ഫുള്ളൊരു ഫ്ലവറിൻ്റെയൊക്കെ ഒരു വർക്ക് എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ മിറേഴ്സിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഒരു കാന്തയുടെ ഒക്കെ വർക്ക് വരുന്നത് ടോപ്പിൻ്റെ എൻഡ് പോർഷനിലാണ്. എൻഡ് പോർഷനിൽ തന്നെ ഈ ഒരു അജ്രക്കിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ഹൈലൈറ്റ് ചെയ്ത് കാന്തയുടെ ഒരു വീവിങ്ങും കൂടെ വരുന്നുണ്ട്. ഇത് ബോട്ടം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര ഒരു ബോട്ടവും ആൻഡ് ടോപ്പും ഒരുപോലെ ഒരു മാച്ചിൽ നിൽക്കുന്നൊരു ടൈപ്പിലായിരിക്കും വരുന്നത്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. ദുപ്പട്ട നമുക്ക് ചന്തേരി ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ദുപ്പട്ടയുടെ ഫോർത്ത് സൈഡിൽ നമുക്ക് ചെറിയുടെ തന്നെ ഒരു വീവിങ് ബോർഡറിങ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അത് ചെറുതായിട്ട് വരുന്നൊരു ബോർഡറിങ് ഡീറ്റെയിലിംഗ് ആണ്. അതുപോലെ തന്നെ ഫുൾ ഒരു പ്രിൻറ്റ് പാറ്റേൺ വരുന്നുണ്ട്. നമുക്ക് ദുപ്പട്ടയുടെ മിഡിൽ പോർഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു അജ്രക്കിൻ്റെ തന്നെ ആ ഒരു പീസ് നമുക്കൊരു പാച്ചും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമുള്ള ഒരു ദുപ്പട്ടയും കൂടെ ട്രഡീഷണൽ ലുക്കിനൊക്കെ പറ്റുന്ന ഒരു കളക്ഷൻസും കൂടെയാണ്. അതിൻ്റെ ഒരു ഒക്കേഷൻ വേറായിട്ട് നമുക്ക് വേറെ ഇത് പോകാൻ പറ്റുന്നതും കൂടെയാണ്. ഇതാണ് ഫസ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് ഇതിൻ്റെ തന്നെ സെക്കൻഡ് ലുക്ക് വരുന്നത് ഇതിപ്പോൾ ഒരു മെറൂൺ ഷെയ്ഡാണെങ്കിൽ നെക്സ്റ്റ് വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് വിത്ത് ഒരു ഓഫ് വൈറ്റ് ആ ഒരു കോംബോയിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ടോപ്പ്, നമുക്ക് ടോപ്പിൻ്റെ എൻഡ് പോർഷനിലായിരിക്കും ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് വിചാരിച്ചു. പക്ഷേ അല്ല, നമുക്കിത് ബോട്ടമാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതാണ് ടോപ്പ് വരുന്നത്.
ഒരു കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്താലും നമുക്ക് ഏതൊരു ക്ലൈമറ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസും കൂടെയാണ്. ആൻഡ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ്. ബോട്ടത്തിൽ ഫുൾ ആ ഒരു പ്രിൻ്റ് തന്നെ ത്രെഡ്സിൻ്റെ ആ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര കുറച്ചും കൂടി തിക്കായിട്ട് നിൽക്കുന്ന ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. അതിൻ്റെ എൻഡിലും ആ ഒരു സെയിം അജ്രക്കിൻ്റെ തന്നെ ഒരു പീസ് കൊടുത്തിട്ട് അതിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് അത് കാന്തയുടെ ഒരു വീവിങ്ങും കൂടെ വരുന്നുണ്ട്. ഇതാണ് നമുക്കിതിൻ്റെ ബോട്ടം വരുന്നത്. ബോട്ടം കോട്ടണിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ്. ഈ ഒരു റേറ്റിന് എന്തായാലും ഇത് അഫോർഡബിളും കൂടെയാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് തന്നെ കോഡ് വരുന്നത് SW2109 എന്ന കോഡിൽ പ്രൈസ് റേഞ്ച് 1509 ആണ് കേട്ടോ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണെന്ന് തന്നെ പറയാം. ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.